ബിഗ് ബോസിൽ നിന്ന് ഇതിനു മുമ്പ് പലതവണ എനിക്ക് വിളി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കരഞ്ഞു മെഴുകും എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. പിന്നെ ഈ ഫാമിലി വീക്കൊക്കെ വരുമ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നു കഴിയുമ്പം അവരുടെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ കരയും. ചിലപ്പോൾ എൻ്റെ സങ്കടം കാണുമ്പോൾ അവർ കരയും. അവർക്കത് നാണക്കേടായി മാറും. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ബിഗ് ബോസിലേക്ക് വരാതിരുന്നത്. പാതിരാത്രിയിൽ നമ്മുടെ അനുമോള് ആദിലയോടും നൂറയോടും ഇരുന്ന് പറയുന്ന ഡയലോഗാണിത്. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രി ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എവിടുന്ന് തുടങ്ങണം? ലൈവിൽ നടന്ന കാര്യങ്ങൾ തുടങ്ങണോ, എപ്പിസോഡിലെ തുടങ്ങണോ? എപ്പിസോഡിലെ തുടങ്ങാം. അതാണല്ലോ അതിൻ്റെ ഒരു ഗുമ്മ്. അപ്പൊ എപ്പിസോഡില് നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ അനീഷും ബിന്നിയും തമ്മിൽ രാവിലെ ഉണ്ടായ ആ ഒരു വഴക്കാണ്. ആ വഴക്ക് വേറൊന്നുമല്ല, പക്ക ബിന്നിയുടെ കയ്യിലെ തെറ്റ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ബിന്നിയെ കൊണ്ട് ഈ എന്താണ് കിച്ചൺ ക്യാപ്റ്റൻ പരിപാടി ഒന്നും നടക്കത്തില്ല. കാരണം തലേ ദിവസം അതായത് മിനിഞ്ഞാന്ന് എന്താണ് നമ്മുടെ ബിഗ് ബോസ് ആണ് അവർക്ക് ഫുഡൊക്കെ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഫുഡ് മിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കറക്റ്റായിട്ട് കിച്ചൺ ടീമാണ് എടുത്ത് ഫ്രിഡ്ജിലൊക്കെ കയറ്റേണ്ടത്, ക്ലീൻ ആക്കേണ്ടത്. ഒന്നും ചെയ്തില്ല. നല്ല രാവിലെ നമ്മുടെ അനീഷേട്ടൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് ലൈവിൽ കാണാം അവിടെ കിച്ചൺ മൊത്തം വൃത്തികേടാ. ആ പാവം മനുഷ്യൻ നിന്ന് അത് മൊത്തവും ക്ലീൻ ആക്കുന്നുണ്ട്. ഫുഡൊക്കെ എടുത്ത് മാറ്റിയും കീറ്റിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ അനീഷേട്ടൻ ഇതൊന്ന് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ കിടക്ക്, എന്ത് കോലമായിരുന്നു അത്. നിങ്ങളെന്തിനാ, നിങ്ങൾ വല്ലതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് എടുത്തു വെക്കണം, അല്ലാതെ ഞങ്ങളെ ഭരിക്കാനൊന്നും പറയണ്ട. അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഇവൾ അങ്ങോട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ ബിന്നി പോയി. നാട്ടുകാർ കാണുന്നത് നമുക്കറിയാമല്ലോ തെറ്റാറുടെ ഭാഗത്താണെന്ന്. അപ്പൊ ബിന്നിക്കും അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ സമ്മതിക്കാനൊരു മടി. നമ്മുടെ ലക്ഷ്മി കിച്ചൺ ടീമിലുള്ളതാ. ലക്ഷ്മി പറയുന്നുണ്ട് തെറ്റ് നമ്മുടെയാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. എവിടെയൊക്കെ ഇച്ചിരി ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടാ ലക്ഷ്മിക്ക്. പക്ഷെ ബിന്നി സമ്മതിക്കുന്നില്ല. ചേട്ടനെ കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ എടുത്തങ്ങ് വെച്ചേക്കണം എന്നൊക്കെയാണ് ബിന്നി പറയുന്നത്. ചേട്ടനാരാ? ആ പാവൻ രാവിലെ എണീറ്റ് അത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് പോരാ. ഇനി അവളുമാര് തലേ ദിവസം എടുത്ത് വെക്കാഞ്ഞ ഫുഡും അതും പുള്ളി തന്നെ എടുത്ത് എടുത്ത് വെക്കണമെന്ന്. പിന്നെ എന്തിനാ പിന്നെ അതിനകത്ത് മറ്റേ കിച്ചൺ ക്യാപ്റ്റൻ എന്നും പറഞ്ഞ് നിൽക്കുന്നത്? എനിക്കറിയത്തില്ല. എന്തോ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വഴക്കുണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ അനുമോള് അവിടെ ഇന്ന് പറയുന്നുണ്ട്, ഈ ചേട്ടൻ ഇത് എന്തിന്റെ സോക്കേടാ രാവിലെ? എനിക്ക് വയ്യ ഞാൻ ഒച്ച കേൾക്കാനായിട്ട്, ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ, ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ടൊന്ന് ഇടപെടട്ടെ എന്നൊക്കെ നമ്മുടെ അനുമോൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒണീലിനെ പറ്റിയിട്ടൊന്ന് പറയുന്നുണ്ട്. ഈ ഒണീലിയേട്ടൻ പുള്ളി ഒരു വെറും കൂറ ക്യാപ്റ്റനാണെന്ന് എന്നൊക്കെ അനുമോൾ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഒണീൽ കിച്ചൺ തന്നെ ഇവളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ജിസേലിനോടിരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവളെങ്ങനെയാണ് മറ്റേ നമ്മുടെ ക്യാപ്റ്റൻസിയിലേക്ക് ഇവള് മത്സരിക്കുന്നുണ്ടല്ലോ, ആരാണ് നമ്മുടെ സുന്ദരിയായിട്ടുള്ള ബിന്നി. അപ്പം അതിന് മുമ്പാണ് ബിന്നിയാണ് ക്യാപ്റ്റൻ ആയത്, അത് വേറെ കാര്യം. ഇത് അതിന് മുമ്പ് ഒന്നിൽ പറയുന്നതാണ് ഇവള് കിച്ചൺ തന്നെ ഇവളെ കൊണ്ട് പറ്റുന്നില്ല, അപ്പൊ ഇവളിനി ഹൗസിന്റെ ക്യാപ്റ്റനും കൂടെ ആയാൽ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്യാപ്റ്റൻസി മത്സരം വരുന്നത്. അക്ബർ, ബിന്നി, ആര്യൻ, ഇവർ 3 പേരുമാണ് മത്സരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ബിന്നി അടുത്ത ക്യാപ്റ്റനായി. അങ്ങനെ ഒരു ലേഡി ക്യാപ്റ്റൻ ബിഗ് ബോസ് സീസൺ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലേഡി ക്യാപ്റ്റൻ വന്നിരിക്കുകയാണ്. വരട്ടെ, നമുക്ക് കാണണമല്ലോ എങ്ങനെയായിരിക്കും ബിന്നി അവിടെ ഭരിക്കാൻ പോകുന്നത്, നമുക്ക് കാണാം. അപ്പോൾ എന്താണെങ്കിലും ഈ ബിന്നി നമ്മുടെ ക്യാപ്റ്റനൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ഫാമിലി വീക്കാണ്, നമ്മുടെ ബിന്നിയുടെ നൂബിൻ വരുന്നുണ്ട്. അപ്പം ഒരാഴ്ച ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ പോലെയൊന്നുമല്ല, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഫാമിലി മെമ്പേഴ്സ് വരുമ്പോൾ ഉള്ള പോലെയല്ല. നിങ്ങളുടെ നൂബിന് നിങ്ങൾക്കൊരു പവർ കിട്ടിയത് കൊണ്ട് തന്നെ നൂബിന് ഇവിടെ കുറച്ച് ദിവസങ്ങൾ നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് വെറുതെ അങ്ങോട്ട് ഇവിടെ വരുന്ന ഫാമിലീസിലൊന്നും കയറാൻ പറ്റത്തില്ല. പക്ഷെ നൂബിന് ഈ പവർ ബിന്നിക്കുള്ളത് കൊണ്ട് തന്നെ നൂബിന് ഡയറക്റ്റ് ആയിട്ട് വന്ന് കയറി സുഖമായിട്ട് കുറച്ച് ദിവസം താമസിക്കാം. പക്ഷെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് വരുമ്പോൾ അവർക്കൊക്കെ ഇച്ചിരി പണി, 7ന്റെ സീസൺ ആണല്ലോ, അപ്പോൾ 7ന്റെ പണിയൊക്കെ കിട്ടും. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പസിലൊക്കെ അങ്ങോട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആ പസിൽ നിങ്ങൾ പോയി സോൾവ് ചെയ്യും, അപ്പം അറിയാം ആരുടെയൊക്കെ ഫാമിലിയാണ് വരുന്നതെന്ന്. അപ്പോൾ ആ പസിൽ ജസ്റ്റ് ഒന്ന് മാറ്റുമ്പോഴത്തേക്ക് അവിടെ ഷാനവാസും നമ്മുടെ അനീഷിൻ്റെയാണ് വരുന്നത്. അപ്പം വെറുതെ ഒന്നും അങ്ങോട്ട് വന്ന് കയറാൻ പറ്റത്തില്ല. അവർ വന്ന് കയറുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസിനെ അനീഷിനെയും ആക്ടിവിറ്റി റൂമിൽ കയറ്റുന്നുണ്ട്. അവർക്കൊരു ടാസ്കും കൊടുത്തു. നമ്മൾ ലൈവ് അപ്ഡേറ്റിൽ വളരെ വിശദമായിട്ട് ആ ഒരു ടാസ്കിനെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. വീണ്ടും ഞാനിരുന്ന് കഥ പറയുന്നില്ല. പക്ഷെ എന്താണെങ്കിലും ടാസ്ക് ഒക്കെ ഓക്കെ, ഗെയിം ആണല്ലോ, ടാസ്ക് കളിച്ച് കുടുംബത്തെ കാണിക്കുക, ഓക്കെ. പക്ഷെ അതിൽ ഈ അനീഷേട്ടൻ്റെ കല്യാണം പുള്ളിയെ മെന്റലി അത് ഭയങ്കരമായിട്ട് ഡൗൺ ആക്കിക്കൊള്ളുന്നു. എനിക്കതാ മനസ്സിലായത്. കാരണം പുള്ളിയുടെ കല്യാണ സമയത്തുള്ളൊരു ഫോട്ടോയാണ് അവിടെ പസിൽ സോൾവ് ചെയ്യാൻ. ഈ ടാസ്കിൽ ഒരെണ്ണം മറ്റേ പസിൽ സോൾവിങ് ആയിരുന്നു, ഫോട്ടോ സെറ്റ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ വേറൊരു ചെറിയ ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരി നല്ല കട്ടിയുള്ള ടാസ്ക് ആയിരുന്നു. മറ്റേ എന്താണ് നമ്മുടെ ഈ എന്തായാലും പറയുന്നത് സ്കെയിലിൽ നമ്മുടെ ഈ ഡൈസ് ഉണ്ടല്ലോ അത് വെച്ച് നടക്കാനായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു.
അപ്പൊ അതിൽ ആ ഫോട്ടോ പസിൽ സെറ്റ് ചെയ്യുന്നതിനകത്ത് അനീഷിന്റെ കല്യാണ ഫോട്ടോ ആയതുകൊണ്ടായിരിക്കണം അനീഷ് ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആയിപ്പോയി. അനീഷ് തന്നെ പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുന്നു, ഞാൻ പാനിക് ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും അത് കഴിയുന്നുണ്ട്. അനീഷ് അത് വളരെ ഒരുപാട് ടൈം എടുത്താണ് അനീഷ് അത് കംപ്ലീറ്റ് ചെയ്ത്. എനിക്കൊന്ന് ആ പസിൽ ഫോട്ടോ സെറ്റ് ചെയ്യുന്ന കറക്റ്റ് ആയില്ലെന്ന് തോന്നുന്നു. ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അടുത്ത ഘട്ടത്തിലോട്ട് പൊക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് അനീഷേട്ടൻ പോകുന്നുണ്ട്. അത് കുഴപ്പമില്ലാതെ അങ്ങോട്ട് പാസ്സാക്കി അങ്ങോട്ട് വിട്ടു. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക്, കണ്ടസ്റ്റൻസിന് മാത്രമല്ല കാണാൻ വന്ന പാവം വീട്ടുകാർക്കും ബിഗ് ബോസ് പണിയാ. ഒരു പണി ഞാൻ തരട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരല്ലാതെ വേറെ, അല്ലെങ്കിൽ ഷാനവാസിന്റെ വൈഫിനോടാണ് പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് അല്ലാതെ വേറെ ആരെയാണ് ഇവിടെ ഇഷ്ടമെന്ന് പറയാൻ പറയുന്നുണ്ട്. ഷാനവാസിന്റെ വൈഫ് അനീഷിന്റെ പേര് പറയുന്നുണ്ട്. അതൊരു ഗെയിം ആണോ എന്നൊരു സംശയം എനിക്ക്. കാരണം ഇതൊക്കെ അറിയാം അനീഷ് ഷാനവാസ് കോംബോ അത് ഗംഭീര ഹിറ്റാണ് പുറത്തുനിന്ന്. അപ്പൊ ആ ഒരു കോംബോ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ഷാനവാസിന്റെ വൈഫ് ചിലപ്പോൾ അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ ശരിക്ക് മനസ്സ് തുറന്നങ്ങ് പറഞ്ഞതായിരിക്കാം. ഷാനവാസിന്റെ മോള് നെവിന്റെ പേര് പറയുന്നുണ്ട്. ഹല്ലേ ആ ഒരു പരിപാടി കാരണം. പിന്നെ അനീഷിന്റെ അനിയൻ വരുന്നുണ്ട്. അനീഷിന്റെ അനിയൻ വന്നിട്ട് ആര്യന്റെ പേര് പറഞ്ഞു. ഒരു സ്പോർട്സ്മാൻ ആണ് എന്നൊരു രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആര്യനും അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അനീഷിന്റെ ആര്യന്റെ പേര് പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് പറഞ്ഞപ്പോൾ ആര്യന് ഭയങ്കര സന്തോഷമായി. നമ്മുടെ അനീഷിന്റെ അമ്മ ഷാനവാസിന്റെ പേരാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവർ പുറത്തേക്ക് പോകുന്നുണ്ട്. 2 മണിക്കൂർ അവരിരുന്നു. അതിനുശേഷം ആ ഒരു കുടുംബങ്ങൾ അവർ പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം നമ്മുടെ അക്ബർ അവിടെ നിന്നിട്ട് പറയുകയാണ്, ഇനി ആദിലയുടെ ദിയാസന ഒന്ന് വരട്ടെ, ആദിലയുടെ വേണം വരാൻ, ആദിലയുടെ ദിയാസന വരട്ടെ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്, ഞാൻ അതിനകത്ത് കൂടുതൽ നിന്നിട്ട് കൈയിട്ട് ഇളക്കുന്നില്ല. അപ്പൊ ദിയാസന അല്ലേ വരുന്നത്, അല്ല ആദിലയുടെ ഇനി വരട്ടെ, ദിയാസന ആവുമല്ലോ എന്നിട്ട് അക്ബർ തന്നെ പറയുന്നുണ്ട്, ദിയാസന ആയിരിക്കുമല്ലോ, ഉറപ്പായിരിക്കുമല്ലോ എന്ന് പറയുമ്പം ആദില പറയുന്നുണ്ട്, നോട്ട് സോ ഫണ്ണി, അതത്ര ഫണ്ണി അല്ല, ഇത് സംസാരിക്കരുതെന്ന് പറയുന്നു. ഉടനെ അക്ബർ അത് ലൈറ്റായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടേ. ഉടനെ ആദില അകത്തോട്ട് പോകുന്നുണ്ട്. നൂറ വന്നിട്ട് പറയുന്നുണ്ട്, ചേട്ടാ അത് സംസാരിക്കരുത്, അവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പം അക്ബർ ആകെ വല്ലാതായി പോയി. അങ്ങനെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ബെഡ്റൂമിലോട്ട് കയറി ചെന്നിട്ടുണ്ട്. അവിടെ ബെഡ്റൂമിൽ ആദില ഇരുന്ന് കരയുന്നുണ്ട്. അപ്പൊ ആദില എടുക്കെ പോയി ജസ്റ്റ് ആദില ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ കഴിയുന്നുണ്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ നോമിനേഷൻ വരുന്നു. അതിനുശേഷം സ്പോൺസേർഡ് ടാസ്ക് വരുന്നു. നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് കയറി വരുന്നു. ബിന്നിയുടെ ഹസ്ബൻഡ് കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കിടക്കാൻ വേണ്ടി നെവിൻ അങ്ങോട്ട് ബെഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഒണീലിന്റെ ബെഡാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് ഒണീലിന്റെ അടുക്ക ചെന്ന് നൂറ പറഞ്ഞു. നൂറ അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഒണീലിന് അങ്ങോട്ട് പൊളിഞ്ഞു. നെവിൻ വേണമെങ്കിൽ നെവിന്റെ ബെഡ് അങ്ങോട്ട് കൊടുക്കട്ടെ, എന്റെ ബെഡ് അങ്ങോട്ട് കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് അങ്ങ് വിട്ട് കൊടുക്കായിരുന്നു ഒണീല് ചേട്ടാ. അതൊക്കെ അതിൻ്റെയൊക്കെ പേരിൽ എന്തിനാണ്? അവര് കുറച്ച് ദിവസം നിന്ന് ഭാര്യയും ഭർത്താവും അവര് തൂച്ചിട്ടങ്ങ് പോട്ടെ, അങ്ങനെ അങ്ങോട്ട് വിടാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവിടെ പരിപാടികൾ നടന്നത്. അത് കഴിഞ്ഞ് പാതിരാത്രിയിൽ നമ്മുടെ അനിമോൾ ആര്യൻ ഒരു ചെറിയ ജഗട അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെവിൻ നമ്മുടെ അത് ലൈവിലും ഉണ്ട് കേട്ടോ. പാതിരാത്രി നമ്മുടെ എപ്പിസോഡിലും കുറച്ചത് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മുടെ ആരാണ് ഈ ബിന്നിയുടെ ഹസ്ബൻഡും കൂടെ നമ്മുടെ നെവിനും അതുപോലെ തന്നെ ഒടിയിലും ഒക്കെ കിടക്കുന്ന ബെഡിന്റെ തൊട്ടിപ്പറയാണ് കിടക്കുന്നത്. അപ്പൊ അവിടെ കിടക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നെവിൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. തമാശ രീതി ചെയ്യുന്നതാണ്. അപ്പോൾ അനിമോള് വന്നിട്ട് അവിടെ ഇവർ കാണാതിരിക്കാൻ വേണ്ടി ബിന്നിയുടെയൊക്കെ ബെഡിൽ ഇങ്ങനെ തലയാണയും ബെഡ്ഷീറ്റും ഒക്കെ വെച്ച് ഇങ്ങനെ മറയ്ക്കുന്നു. ഉടനെ നെവിൻ ചാടി എണ്ണീറ്റ് അതൊക്കെ വലിച്ചെറിയുന്നു. ഉടനെ അവിടുന്ന് ചാടി എണീറ്റ് നമ്മുടെ അനിമോളുടെ ബെഡിൽ പോയി കിടക്കുന്നു നമ്മുടെ ആരാണ് നെവിൻ. അപ്പൊ അവിടെ കിടന്നിട്ട് അനിമോള് പറയുന്നു, നോക്കിയത് അപ്പുറം വേറൊരു സാധനമുണ്ട്, അത് കണ്ടുപഠിക്കാനൊക്കെ പറയുന്നുണ്ട്. അത് നീ കാണ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതാ നമ്മുടെ ജിസൈൽ ആര്യൻ. അപ്പൊ അവിടെ കിടന്ന് നെവിൻ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. നെവിൻ ഇന്ന് നോമിനേഷനിൽ ജിസൈലിന്റെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ടാണ് ജിസൈലിന്റെ പേരൊക്കെ നോമിനേഷനിൽ പറയുന്നത്. അപ്പൊ ചെറിയ ഒരു പൊട്ടലുണ്ട് നെവിന് ജിസൈലിനോടൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എത്തിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആര്യനും ഇളവിട്ട് നോക്കുന്നുണ്ട്, ഇവന് വേറെ പണിയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതൊക്കെയാണ് എപ്പിസോഡിൽ നടന്നത്. ലൈവിലും ഇതൊക്കെ തന്നെയാണ് നടന്നത്. ലൈവിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നൂറ, ആദില, അനിമോള് ഇവർ 3 പേരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവർ 3 പേരും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അനിമോള് കരച്ചിലാണ്. അനിമോള് ഈ കരച്ചിൽ പരിപാടി നിർത്തിക്കൂടെ? വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ വീണ്ടും ഈ കരച്ചിലേക്ക് ഇറങ്ങുന്നതെന്ന് എൻ്റെ സംശയം. കാരണം ഇരുന്ന് കരഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നതാണ്, ബിഗ് ബോസ് എന്നെ നേരത്തെ വിളിച്ചിരുന്നു, ഈ കരഞ്ഞു മെഴുകുന്ന ഒരു കേസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വരാഞ്ഞത്, ഞാൻ ഇതുവരെ അതുകൊണ്ടാണ് വരാഞ്ഞത്, ഞാൻ പറയുന്നത് മുഴുവൻ കരഞ്ഞുകൊണ്ടായിരിക്കും, എന്തു പറഞ്ഞാലും എനിക്ക് കരച്ചിൽ വരും. ഇപ്പോൾ ആണെങ്കിലും അച്ഛനും അമ്മയും വരുന്നതിൽ എനിക്ക് താല്പര്യമില്ല. കാരണം അവർ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഫ്രണ്ടിൽ അവരും നാണം കെടും. കാരണം അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ കരയുന്നത് കാണുമ്പോൾ അവർ കരയും. ലാസ്റ്റ് അവരും എല്ലാവരുടെയും മുന്നിൽ മോശക്കാരാവും. കരച്ചിൽ ഫാമിലി എന്ന് പറഞ്ഞൊരു സാധനം വരും. അതുകൊണ്ട് അവർ വരണ്ട എന്നൊക്കെ അനുമോള് കണ്ടന്റ് ഇടേ, ലിറ്ററലി കണ്ടന്റ്. കാരണം അനുമോക്ക് അറിയാം ഫാമിലി വീക്കാണ്, വീട്ടിൽ നിന്ന് ആൾക്കാർ വരും എന്നറിയാം. അത് ഉറപ്പുള്ള കാര്യമാണ്. അല്ല അനുമോൾക്ക് മാത്രം അവിടെ പ്രത്യേകിച്ച് എക്സെപ്ഷൻ ഒന്നും ഇല്ല. പിടികിട്ടിയില്ലേ? അനുമോൾക്ക് വേണ്ടിയിട്ട് സിനിമാക്കാരെങ്കിലും കൊണ്ടുവരാനോ ഇല്ലെങ്കിൽ അനുമോളുടെ കൂടെ സീരിയൽ വർക്ക് ചെയ്ത ആരെയും
അങ്ങനൊന്നും ആയിരിക്കത്തില്ല. ഫാമിലി വീക്കാ, കുടുംബങ്ങളെ തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഉറപ്പാണ് വരുന്നത്. അത് അറിഞ്ഞു വെച്ചിട്ട് പിന്നെ ഈ കുട്ടി എന്തിനാണ് ഈ രാത്രി കിടന്ന് കരഞ്ഞു മെഴുകി, അയ്യോ കരഞ്ഞ് സീനാവുകയെ, ഞാൻ അവർ വരുമ്പോൾ അവർ കാണുമ്പോൾ കരയുകയെ, അത് നാട്ടുകാരെടുത്ത എന്തിനാണ് ഈ പരിപാടി അനുമോൾ ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ഓക്കെ, പക്ഷെ എന്ന് വെച്ചിട്ട് അനുമോളേക്ക് ഇറങ്ങിപ്പോവാ താഴത്തേക്ക്. ഇത്രയും അങ്ങോട്ട് ഇതായി പോകരുത്. ഇതെന്റെ ഒരു അഭ്യർത്ഥന. അനുമോൾ ഫാൻസ് ഇപ്പോൾ വരും താഴെ പൊങ്കാലയുടെ, ഒന്ന് ആലോചിച്ചാൽ മതിയടേ. എന്തുവാടേ പാതിരാത്രി ഇരുന്ന് ഈ കൊച്ചു ഇങ്ങനെ ഇരുന്ന് കരയുന്നത് എന്തിനാ? ഉടനെ ഇപ്പൊ കുറെ പേര് പറയും അവളുടെ ക്യാരക്ടർ അങ്ങനെ, അവർ ഇമോഷണലാ. എടാ ആദ്യം തൊട്ട് പറയുന്ന ഒരാളാണ് ഞാൻ, ആ കൊച്ചു ഇമോഷണലാന്ന് എനിക്കും അറിയാം. അത് ഇമോഷണലാ, അത് അങ്ങനെയുള്ളൊരു കൊച്ചാ. പക്ഷെ എന്ന് വെച്ചിട്ട് 24 മണിക്കൂറും ഇതും കരഞ്ഞോണ്ടാ എന്നിട്ട് പറയുന്നത്. കരഞ്ഞു മെഴുകുന്നത് നാട്ടുകാർ സീനാക്കുമെന്ന് പറയുന്ന കാര്യം പറയുന്നത് പോലും കരഞ്ഞോണ്ടാ. എന്തുവാ ഇതിനൊക്കെ എന്തുവാ പറയണ്ടേ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അതൊക്കെ ഇച്ചിരിയൊക്കെ ഒരു ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ? ഇത് അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അനുമോൾ പൊക്കോണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് സങ്കടമുണ്ട് കാണുമ്പോഴത്തേക്ക്. പിന്നെ ഒരു സൈഡിൽ നമ്മുടെ ആര്യൻ ജിസയിൽ, പിന്നെ നമ്മുടെ ബിന്നിക്കൊച്ചും ഭർത്താവും കൂടെ കട്ടിലേക്ക് കിടക്കുന്ന പലർക്കും ഒരു എന്തെങ്കിലുമൊക്കെ മിക്കവാറും ഇന്ന് പാതിരാത്രി മിക്കവാറും അവിടെ നോട്ടത്തിന് പലരും ചെല്ലും. കാരണം ഇങ്ങനെ എത്തിക്കുത്തിയൊക്കെ പലരും നോക്കുന്നുണ്ട് അവിടെ എന്ത് നടക്കും ഇന്ന് അവിടെ എന്നുള്ളൊരു മൂഡിൽ. നെവി മിക്കവാറും അവരുടെ നടുക്ക് കയറി കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്താണെങ്കിലും ഒരു സൈഡിൽ നമ്മുടെ ആര്യൻ ജിസയിൽ ഇവരൊരു കാര്യം പറയുന്നുണ്ട്. ഇവർ പറയുന്ന കാര്യം നമ്മുടെ അനീഷിൻ്റെ അനിയനെ പറ്റിയിട്ടാണ്. കാരണം ഈ ഫാമിലി വീക്കിൽ എല്ലാവരും അത് പറയാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ആര്യൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ ഫാമിലി വീക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവരും കുറച്ചുകൂടെ കാമാവും, ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഇവിടെ എന്നുള്ളൊരു സാധനം. ഇതൊക്കെ പറയാനുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത് അനീഷിൻ്റെ അനിയൻ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ കുടുംബം വന്നിട്ട് അവിടെ ഉള്ള ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെടുന്ന 2 പേരുടെ പേരൊക്കെ പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് അനീഷിന്റെ അനിയൻ പറയുന്നത് ആര്യന്റെ പേരാ. അത് സത്യം പറഞ്ഞാൽ ആര്യൻ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. ആര്യൻ അത് പറയുന്നുണ്ട്, പാവമാണ് അവന്റെ ബ്രദർ, എനിക്ക് ഭയങ്കര ഇത് തോന്നി അവനോട്. കാരണം അവൻ ഒരു സ്പോർട്സ് മാൻ ആണ്, അതിന്റെ സ്പിരിറ്റ് അങ്ങനെങ്കിൽ ഞാനൊരു സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് അവൻ എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം വന്നു എന്നൊക്കെ ആര്യൻ പറയുന്നത് കേട്ടപ്പോൾ ലിറ്ററലി ഈ കാണിച്ചു കൂട്ടുന്ന പല പരിപാടികളുണ്ടല്ലോ ആര്യൻ, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ടാസ്ക് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അകത്തെവിടെയോ ഒരു നല്ല മനസ്സൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അവനെ ഇങ്ങനെ അങ്ങ് പുകഴ്ത്തി കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു പുകഴ്ത്തലിൽ കയറി അങ്ങോട്ട് തലയ്ക്ക് പിടിച്ച അനീഷിൻ്റെ അനിയൻ പാവം എന്ന് പറഞ്ഞാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നെങ്കിലും എവിടെയോ ഒരു മൂലയ്ക്ക് അവൻ്റെ ആ സംസാരത്തിൽ ഇത്തിരി ഒരു മനുഷ്യപ്പറ്റും സ്നേഹവും ഒക്കെ ഉള്ളതുപോലെ തോന്നി. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ വേറൊരു സൈഡിൽ എന്താ ഇപ്പൊ നടക്കുന്നത്, കുറെ നേരമായിട്ട് നമ്മുടെ ബിന്നിക്കൊച്ചും ഭർത്താവും കൂടെ കട്ടിലെ കെട്ടിപ്പിടിച്ച് കിടപ്പുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ കുറെ പേര് നോക്കിക്കൊണ്ടും ഇരിപ്പുണ്ട്. പിന്നെ ഒരു സൈഡിൽ നമ്മുടെ അനുമോള് ടീംസ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ അബി ഒണിയിൽ ആ ഒരു സാധനം ഇപ്പൊ ഇല്ല. കാരണം അബി പുറത്തു പോയത് കൊണ്ട് തന്നെ ഒണിയിലിന് ഇപ്പൊ അധികം അങ്ങോട്ട് ഫോക്കസ് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വലിയതായിട്ടൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് രാത്രിയിൽ ഇങ്ങനെയൊക്കെയാണ് നടന്നത്. അല്ലാതെ വലിയ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഒന്ന് പോയി നോക്കട്ടെ, ഇനി എന്തെങ്കിലും പാതിരാത്രി പൊട്ടി മുളച്ച് വരുമോ എന്ന് അറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തേക്കാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.